ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്കൊക്കെ ഫോൺ വിളിച്ച് പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇതേ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ബ്രഞ്ചാണ്. ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി KFCയിൽ വന്നേക്കാണ്. ആള് ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ് ഹോച്ച്മിനിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം. ഓർഡർ ചെയ്ത ഫുഡ് ഇത് മറ്റേ പോപ്കോൺ, ചിക്കൻ കോൺ പാസ്ത. ഇതെന്താ ഇത്? ഈ യെല്ലോ എഗ്ഗാണോ? അത് എഗ്ഗാണോ? അത് അല്ലേ? സ്വീറ്റ് ആണോ? ഓക്കെ. മറ്റേത് കോൾസ്ലോ, ചിക്കൻ, കോക്ക്. സ്വീറ്റും അല്ല. ഞങ്ങളിങ്ങനെ വെറുതെ റാൻഡമായിട്ട് ഡ്രൈവ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ചൊരു ലക്ഷ്യമില്ല. സിറ്റിയിൽ നിന്ന് ഒന്ന് മാറി ഡ്രൈവ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് സ്കൂട്ടി എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷൻ കണ്ടു. അതൊന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് കരുതി. അറിയാവോ, ഇതൊരു സെമിത്തേരിയാണ്. തൊട്ടിപ്പുറത്തൊരു സ്കൂളുണ്ട്. സാധാരണ സ്കൂൾ കേട്ടോ. ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണെന്ന് തോന്നുന്നു. അകത്തേക്ക് ചെല്ലരുതെന്നവർ പറയുന്നുണ്ട്. റോഡൊക്കെ കണ്ടില്ലേ? സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവ് ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു കഫേ അല്ലേ? ഒരു കഫേയാണിത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഫുഡൊന്നും കഴിക്കണില്ല, ഓൾറെഡി കഴിച്ചതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഹട്ടാണ് കേട്ടോ. ഇവർ കഫേ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഹട്ടിനകത്താണ്. ഹട്ട് പോലെ ഉണ്ടോ? വെള്ളമാണ്. വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഹട്ട് ഉണ്ടാക്കിയേക്കാണ്. ഭയങ്കര രസമുണ്ട്. ഫുൾ ലൈവ് മ്യൂസിക്കൊക്കെ ആയിട്ട് അതിനടുത്ത സെറ്റപ്പ്. ഇത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു ഫുഡ് കഴിക്കാം. അകത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരങ്ങനെ ഫ്ലോറിലിരുന്ന ടേബിളിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പുള്ളിക്കാരത്തി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യിക്കാനാന്ന് തോന്നുന്നു. മെനു ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ കഴിച്ചതാണെന്ന് പറഞ്ഞു. ഇവരുടെ കിച്ചണാണ് കേട്ടോ. ഹായ്, ഹലോ. ല്ലേ? അടിപൊളി. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഹായ് ഹായ്. ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകട്ടോ. കുറെ സ്ഥലത്തൊക്കെ വഴി തെറ്റി, കുറെ സ്ഥലത്ത് തിരിച്ചു വന്നു. നല്ല രസമാണ് വില്ലേജ് അറ്റ്മോസ്ഫിയർ. സ്കൂട്ടറിൽ കുറേ റൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയോ, നല്ല ടയേർഡായി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു.
കഴിക്കാൻ പറ്റിയൊന്നും ഇവിടെ ഇല്ല. ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കഫയാണ് ഇവിടുത്തെ, ചെറിയൊരു കഫ. ഇവിടുത്തെ നിങ്ങൾക്ക് പാമ്പിനെ ഉപ്പിലിട്ട് കാണണോ? എനിക്ക് തന്നെ നോക്കാൻ പറ്റും. ഇത് പാമ്പാന്ന് തോന്നണം കേട്ടോ എനിക്ക്. അതെ, പാമ്പിനെ ഉപ്പിലിട്ടേക്കുന്നതാണ്. അത് പാമ്പിനെ ഉപ്പിലിട്ടേക്കണത്. ഇവിടെ മെനു ഇവിടെ ഇവർക്കിത് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല. ഞങ്ങൾ പിന്നെ ഇത് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന കോഫി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പാമ്പിനെ കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ ഒന്നും കഴിക്കണ്ട എന്നുള്ളൊരു മൈൻഡാണ്. കഴിക്കാൻ പിന്നെ ഒന്നും ഇല്ല, കോഫി മാത്രമേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതാണ് ഐസ്ഡ് കോഫി. അനസിക്ക കോഫി ഓർഡർ ചെയ്തിട്ട് കിട്ടിയേക്കാനുണ്ടോ? വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ചെമ്മീൻ നന്നാക്കാനുണ്ടോ? നടു റോട്ടിലാണ്. മറ്റേതെന്തോ ഫിഷാണ്, എനിക്കറിയില്ല എന്താണ്. ഇത് ചെമ്മീൻ ഒരു നന്നാക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കയറുവാണ്. റോഡിൽ തിരക്കുണ്ടോ? ഇന്ന് ഞങ്ങള് വീണ്ടും ഞങ്ങൾ നേരത്തെ രാവിലെ പോയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറേ അധികം വീണ്ടും ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ഏരിയ കണ്ടതാണ്. കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഇതൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് കരിക്കല്ലേ? ആ, കരിക്കാണ്. ഇവിടുത്തെ ഒരു പ്രധാന സംഭവം കേട്ടോ. ഇവിടെ ഭയങ്കര കോമൺ ആണ് കരിക്ക്. എല്ലാവർക്കും കരിക്ക് വെള്ളം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡേറ്റ്സ് ഒക്കെ ഷുഗറിലിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയേ, കൊള്ളാല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്. എനിക്കിവിടെ വന്നിട്ട് ആകെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇവിടുത്തെ ഫ്രൂട്ട്സ് ആട്ടോ, സത്യം പറയാലോ. മറ്റു സാധനങ്ങളൊക്കെ എവിടെ ചെന്നാലും നമ്മൾ നാട്ടിലത്തെ ചായക്കടയിലൊക്കെ കാണൂലേ, റോട്ടി കൂടെയൊക്കെ ഉഴുന്ന് വട, പരിപ്പ് വട, അതിന് പകരം ഇവിടെ പോർക്ക് ഫ്രൈ, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയാണ് ലൈക്ക് ഈ റോട്ടി കൂടെയൊക്കെ ഫുള്ള് കാണാം. അപ്പോൾ അതിങ്ങനെ കണ്ട് ഐ ഫീൽ ലൈക്ക് എല്ലാം ഫ്രൂട്ട്സ് മതി എന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഞാനൊന്ന് പറയത്, എനിക്ക് ഡിന്നർ വല്ല വെജിറ്റബിൾസും കണ്ടാൽ മതി. ലൈക്ക് രാവിലെ KFC കഴിച്ചതോടെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചില്ല. എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഇപ്പം കുറേ ദിവസമായില്ലേ ട്രാവലിങ് തുടങ്ങിയിട്ട്, മേ ബി അതായിരിക്കും. ബട്ട് ഇറ്റ്സ് നൈസ്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഞങ്ങൾ സ്കൂട്ടറിൽ റൈഡ് തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടു കാണും കുറേ റോഡിലെ കാഴ്ചകളും കൊച്ചു കൊച്ചു കടകളിലെ കാഴ്ചകളും സ്ട്രീറ്റ്. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ അത് തന്നെയായിരുന്നു, ലോക്കലൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. അതൊക്കെ തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 6:30 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഒരു 1 hour 1.5 hour ഡ്രൈവ് ചെയ്തിട്ട് വേറൊരു സിറ്റിയിലെത്തിയേക്കണെയാണ്. സിറ്റിയുടെ പേരെന്ന് പറയാൻ പാടില്ല. ഇതും ടൗൺഷിപ്പ് തന്നെയാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഹോച്ചിമിൻ സിറ്റിയുടെ സെൻറ്റർ തന്നെ നമ്മുടെ റൂമൊക്കെ ഉള്ളിടത്ത് തന്നെ ചെല്ലണം. അപ്പോൾ അതിന് മുന്നേ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്തത് ഒരു കരിക്കാണ്. ഞാൻ ഓർഡർ ചെയ്തത് മാംഗോ യോഗട്ട് ഷേക്കാണ്. ഞങ്ങൾ ഡ്രൈവൊക്കെ ചെയ്ത് അവസാനം ലാസ്റ്റ് നമ്മുടെ റൂമിലേക്ക് ലൈക്ക് ഹോട്ടലിലേക്ക് എത്തി. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാസ്വേഡ് വേണം. ലൈക്ക് സെൽഫ് ചെക്കിനാണല്ലോ.
അപ്പം ഇവിടെ പാസ്വേഡ് കൊടുത്താൽ നമ്മൾ ഒരു പാസ് കീ അടിച്ചു കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഓപ്പൺ ആവും. ഈ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് അകത്ത് വേറെ ഒരു പാസ് കീ വേണം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവർ നമുക്ക് തന്ന പാസ്വേഡ് 24 hour ആയപ്പോഴേക്കും എക്സ്പയർ ആയി. ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ഈ പോസ്റ്റാണ്, ലൈക്ക് അവരുടെ റെസ്പോൺസ് കിട്ടുന്നില്ല ടു ഗെറ്റ് ദ ന്യൂ പാസ് കീ. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഈ പാസ്കോഡ് കിട്ടി കേട്ടോ, 068656#. ഇപ്പം ഗേറ്റ് തുറന്നു കേട്ടോ. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയി. ഇനി അകത്തുള്ള പാസ്കോഡ് പറഞ്ഞതാ. സെക്കൻഡ് സ്മാർട്ട് ലോക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. 235246#. യെസ്, അങ്ങനെ ആ ഡോർ ഓപ്പൺ ആയി. ഇനി അകത്ത് കയറി. ഇതാണ് കേട്ടോ ലോബി. ഇതാണ് സെൽഫ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഫുള്ള് ഇവിടെ റിസപ്ഷനിലൊന്നും ആരുമില്ല, നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്ത് കയറണം. ഞങ്ങൾ റൂമെന്ന് പറയുന്നത് 001 ആണ്. സോ ചാവി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറട്ടെ കേട്ടോ. റൂമിൽ കയറി ഒന്ന് ഫ്രഷായി. ഇനി ഒന്നുകൂടെ പുറത്ത് പോകണം, ഫുഡ് അടിക്കണം. നല്ല വിശക്കും. ഫുഡ് വേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. ആ ജ്യൂസ് കുടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് മതിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആൻസൊക്കെ റെഡിയാകാൻ വെയിറ്റ് ചെയ്യാം. പുള്ളി റെഡിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ പുറത്തിറങ്ങും. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാബാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അത് ഒരു ട്രിവാൻഡ്രം ഗാർഡൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കയറുവാണ്. കുറേ ദിവസമായിരുന്നു കേരള ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ട്രിവാൻഡ്രംകാരാണ്, മലയാളികൾ തന്നെയാണ് സെർവ് ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മാംഗോ പിക്കിളും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം. കേരള പൊറോട്ടയും ചെട്ടിനാട് ചിക്കനും. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്നു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.